അസ്സലാമലൈക്കും. ഇന്ന് എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം. ഇഫ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഇത് ഞാൻ 1 കിലോ ചിക്കൻ കൊടുത്തിട്ട് അതിന് കുറച്ച് മാറ്റി വെച്ചിരിക്കണം. ഒരു വലിയ 6 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ. അപ്പം എല്ലാം കേക്ക് വൃത്തിയാക്കി കൊടുക്കുന്നതാണ്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, സാദാ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അരച്ച് കൊടുക്കുന്നതാണ്, എല്ലാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. എന്നിട്ട് ഈ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഈ ചിക്കൻ മേലൊക്കെ പൊടിപ്പിക്കുക. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. മസാല എല്ലായിടത്തും എല്ലാം കുറച്ച് മിക്സാക്കിയിട്ട് മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. എല്ലാം കൂടി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നല്ല മസാലയൊക്കെ പിടിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ നോക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിലേക്കുള്ള ക്രീം റെഡിയാക്കുകയാണ്. ഒരു സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 മുട്ടയുടെ വെള്ളയാണ്, ഉണ്ണി മാറ്റി വെച്ചതാണ്. 2 മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ വെളുത്തുള്ളി 5 എണ്ണം, പിന്നെ പാൽ, ഒരു കയ്യിൽ പാലുണ്ട്, കുറച്ച് ഫ്രഷ് ക്രീം, ഇത് നല്ല ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ സോസ് പാരാം. ക്രീമൊക്കെ എല്ലായിടത്തും ആവട്ടെ. ഇനി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുക. അതൊക്കെ റെഡി ആയിക്കണം. അപ്പോൾ നമ്മൾ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിക്കണം. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ഇഫ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.